Okay guys, അപ്പോൾ ഇതിൻ്റെ സ്റ്റാറ്റസ് അറിയണ്ടേ അല്ലേ? അപ്പോൾ എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും സംഭവം പണിവാളിയുന്നുണ്ട് അല്ലേ? ഇതിൻ്റെ സ്റ്റോറിൽ നിന്ന് നമുക്ക് വേറെ റെസ്പോൺസ് ഒന്നും കിട്ടിയില്ല. ഏറ്റവും അവസാനം അവരുടെ അടുത്ത് ഞാൻ 2-3-4 ദിവസം മുമ്പ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും അവർക്ക് ഓർമ്മയില്ല. റീപ്ലേസ്മെൻറ്റ് സെൻഡ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞൊന്നും അവർക്ക് ഓർമ്മയില്ല. അവർ വേറെ ഒരു സ്പെഷ്യൽ മനുഷ്യനാണെന്ന് തോന്നുന്നു, വേറെ ആരാണ്ടുമായിട്ടാണ് ഞാൻ സംസാരിച്ചത് തോന്നുന്നു, അവരുമായിട്ടൊന്നും അല്ലെന്ന് തോന്നുന്നു. അങ്ങനത്തെ രീതിയിലേക്ക് അവർ സംസാരിച്ചത്. അപ്പോൾ സോറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്തായാലും ഡിസ്പ്യൂട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ പ്രോഡക്റ്റിൻ്റെ റീപ്ലേസ്മെൻറ്റ് വരും എന്നുള്ള കാര്യത്തിൽ ഇനിയൊരു ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ പിന്നെ നമുക്ക് ഈ പ്രോഡക്റ്റ് തന്നെ റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ എങ്ങനെയാണ് വന്ന കണ്ടീഷൻ, ഇതിൻ്റെ നേരത്തെ ഉള്ള ഒരു വീഡിയോ അറിയണമെന്നുണ്ടെങ്കിൽ ഐക്കാർഡിലുണ്ടാവും, അതൊന്ന് പോയി നോക്കിയാൽ മതി, അതിലറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതെന്തായാലും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കൂടുതലൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല, നേരത്തെ കണ്ടവർക്ക് തന്നെ അറിയാൻ പറ്റും ഇതിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ് വന്നതെന്നുള്ളത്. ഇതാണ് ബോക്സിൻ്റെ ഏകദേശം കണ്ടീഷൻ നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ടാൽ മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെയായിരുന്നു ബോക്സ് വന്നത്. ബോക്സ് പോയി ബോക്സിൻ്റെ അകത്ത് കിട്ടുന്നത് ഈ മൈക്രോ USB-യുടെ ഒരു ചാർജിങ് കേബിളും പിന്നെ ഇതും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിന് വേറെ കുറേ ഫങ്ഷൻസൊക്കെ ഉണ്ട്, FM കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ബാക്കിയുള്ള ഒരുവിധപ്പെട്ട സാധനത്തിൻ്റെ ഒപ്പം യൂസ്ഫുൾ അല്ലാത്തൊരു സാധനം വരും നമുക്ക് അല്ലെ, ഇൻസ്ട്രക്ഷൻ മാനുവൽ എന്ന് പറഞ്ഞൊരു സാധനം വരും. മിക്കവരും അത് പഠിച്ചു നോക്കാറില്ല. പക്ഷേ ഈ സാധനത്തിൻ്റെ ഒപ്പം ആ ഒരു കുന്ത്രാണ്ടം ഉണ്ടായില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ മോഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ FM വരും. FM എങ്ങനെ കോൺഫിഗർ ചെയ്യണം അല്ലെങ്കിൽ മറ്റേ ഓട്ടോ ട്യൂൺ ചെയ്യണ ഏത് ബട്ടൺ നെക്കിയാലാണെന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. അവർ 1-2 മണിക്കൂർ പണിയാൻ നോക്കി, ഒരു രക്ഷ ഉണ്ടായില്ല. അപ്പോൾ നമുക്ക് ഇന്നെന്തായാലും അത് വെച്ച് നോക്കുന്നില്ല, ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയും കൂടെ നോക്കാം. എന്തായാലും സാധനം വന്നപ്പോൾ ഉള്ള കണ്ടീഷൻ അത്യാവശ്യം നല്ലൊരു അടിപൊളി കണ്ടീഷൻ ആയിരുന്നു. ഇതൊക്കെ രണ്ടാമത് സെറ്റപ്പ് ചെയ്തെടുത്തതാണ്, എനിക്കൊരാവശ്യം ഉണ്ടായില്ല. പക്ഷേ നമുക്ക് എന്തായാലും റിവ്യൂ ചെയ്യാൻ വേറെ പ്രൊഡക്റ്റ് ഒന്നും തൽക്കാലം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇത് തന്നെ ഒന്ന് ഓൺ ചെയ്യാം. സോ ഓൺ ചെയ്യാൻ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഓക്കെ, നമ്മുടെ ഇതിലെ ബ്ലൂടൂത്തും അപ്പോൾ നമ്മൾ ഫോണുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇതൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എന്തായാലും നമുക്കൊരു സോങ് ഇട്ട് നോക്കാം. അപ്പോൾ സോങ് ഇട്ട് നോക്കാൻ വേണ്ടി നമുക്ക് പറ്റിയ സാധനം നമുക്ക് നോക്കാം. ഓക്കെ, ഇതിലറിയാൻ പറ്റും ഇതിൻ്റെ ശരിക്കുമുള്ള സൗണ്ട്. ഇതാണ് ഇതിൻ്റെ മാക്സിമം സൗണ്ട്. അപ്പോൾ സൗണ്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമൽ സാധനമാണ്. ഇതിനെയും പറ്റുന്നതായിരുന്നു നമ്മുടെ ഇത്. പക്ഷേ പ്രൈസ് പോയിന്റ് വ്യത്യാസമുണ്ട്, അതേപോലെ കമ്പനിയും വ്യത്യാസമുണ്ട്. ഇത് എൻ്റെ വിഷയം 300 രൂപ സംതിങ് ആയിരുന്നു നമ്മൾ മേടിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി അനുസരിച്ച് നമുക്ക് കൂടുതലൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇത് മേടിക്കണമെന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയും വേണ്ടെന്നേ പറയുള്ളൂ അല്ലേ? നമുക്ക് ഇവിടെയും ഇതേപോലെ തന്നെ ആമസോണിൽ തന്നെ സെയിം മോഡൽ തന്നെ സാധനങ്ങൾ കാണുന്നുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും 2 സ്പീക്കർ ഉണ്ടെന്ന്. 2 സ്പീക്കറല്ല, ഒരൊറ്റ സിംഗിൾ ഫയറിംഗ് സ്പീക്കറാണ് ഇതിലുള്ളത്. അപ്പർ സൈഡിൽ വെറുതെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ മാത്രമേ ഉള്ളൂ. ഞാനിത് പണിയാൻ വേണ്ടിയിട്ട് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചു നോക്കിയായിരുന്നു, എനിക്ക് അറിയാവുന്ന ഒരു കണ്ടീഷനാണ്, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ FM ഉണ്ട്. എക്സ്റ്റേണൽ സൗണ്ട് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈക്രോസ് സാധനമാണ്. ഓക്കെ, നമ്മൾ ബ്ലൂടൂത്തിലേക്ക് തന്നെ പോയി. ഓക്കെ, അതവിടെ ഇരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രോഡക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. വന്ന കണ്ടീഷൻ വളരെ മോശമായിരുന്നു. ലാസ്റ്റ് ടൈം ഞാനൊരു RC ഒരു ചെറിയൊരു ഹെലികോപ്റ്ററിൻ്റെ റിവ്യൂ കാണിച്ചായിരുന്നു അല്ലേ? അതിൻ്റെ ബോക്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് വന്നത് ഇതിൻ്റെ പ്രൈസും കുറവാണ്, അതുകൊണ്ടായിരിക്കും അവരങ്ങനെ തന്നെ ഷിപ്പിംഗ് ചെയ്യാൻ വേണ്ടി പ്രിഫർ ചെയ്തത്. എന്തായാലും ഇങ്ങനെയുള്ളൊരു ഫ്രജൈലായിട്ടുള്ളൊരു സാധനം ഷിപ്പ് ചെയ്യുമ്പോൾ സാധാരണ ആൾക്കാരെയൊന്നുമില്ല, ഒരു ബബിൾ ട്രാപ്പ് എങ്കിലും കൊടുക്കാമായിരുന്നു. ഇപ്പോഴും ഞാൻ അത് തന്നെ പറയുന്നുള്ളൂ. ഇങ്ങനെയുള്ള പ്രൊഡക്ട്സ് പുറത്തുനിന്ന് ഓർഡർ ചെയ്യുന്നവരുടെ ഞാനപ്പോൾ പറയും ഇങ്ങനെയുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്യരുതെന്ന് പറയും.
കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും സ്പീക്കർ എന്തായാലും നമുക്ക് ആ ഒരു സൗണ്ട് എക്സ്പെക്റ്റേഷൻ ഒരു പ്രൈസ് പോയിന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 500 താഴെയുള്ള സ്പീക്കറുകളിൽ നിന്നൊക്കെ അത്രപ്പുറത്ത് സൗണ്ട് എക്സ്പെക്ട് ചെയ്യണം, അല്ലെങ്കിൽ ബാസൊക്കെ എക്സ്പെക്ട് ചെയ്യൽ ശരിക്കും പറഞ്ഞാൽ അന്യായവും. അപ്പോൾ നമ്മൾ അതെന്തായാലും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഈ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്തായാലും കണ്ടു, ഈ പ്രൊഡക്റ്റിലൂടെ ഉണ്ടായ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ഞാനിപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഷെയർ ചെയ്തു. നല്ല എക്സ്പീരിയൻസ് എന്ന് ഉദ്ദേശിച്ചത് ഇങ്ങനെ ഒരു നല്ലൊരു എക്സ്പീരിയൻസിന് വേറെ ആർക്കും കിട്ടരുത് എന്ന ഉദ്ദേശമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഈ സ്പീക്കറിനെ കുറിച്ച് പറയാൻ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഞാൻ കൂടുതൽ ഉപയോഗിക്കാനൊന്നും പോകുന്നില്ല. എൻ്റെ ഫേവറേറ്റ് സ്പീക്കർ ഇപ്പോഴും ഇതാണ്. ഇത് JBL എന്ന് പറയാൻ പാടില്ല ശരിക്കും പറയാം. ഇത് ഇൻഫിനിറ്റി ഫ്യൂസ് പോയിൻ്റ് ആണ്. ഹർമാൻ JBLൻ്റെയൊക്കെ സൗണ്ട് ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതിന് ഹർമാൻ കർദോളുടെ തന്നെ ഇത് ചെയ്ത സ്പീക്കറാണ്. ഈ സ്പീക്കർ വെച്ചിട്ടും ഇത് ശരിക്കും പറഞ്ഞാൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം ഇത് 799 ആയിരുന്നു. ഇപ്പോഴും ആ സെയിം പ്രൈസ് തന്നെ, അതായത് 800 രൂപ സംതിങ് പ്രൈസ് പോയിന്റിൽ നിൽക്കുന്ന സാധനം ഇതും തമ്മിൽ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇതും ഒരു ചൈനീസ് കമ്പനിയാണ്, പേര് പോലും മര്യാദയ്ക്ക് എനിക്ക് പറയാൻ അറിയാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു കേസിൽ ഇതിനെ നമുക്ക് കമ്പയർ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ശരിയല്ല. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ഇത്രയും ബഡ്ജറ്റ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ ആമസോണിൽ നോക്കുക. ഈ മോഡൽ കാണണമെങ്കിൽ മേടിക്കേണ്ട. ഇതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെ ഏകദേശം സൗണ്ട് ഇതേപോലെ തന്നെ ആയിരിക്കും. നമുക്കറിയാം ഒരുപാട് സാധനങ്ങളും ആമസോണിലുള്ളതും പുറത്തുള്ളതൊക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ്. ഇതേപോലെ തന്നെ പല മാനുഫാക്ചറും ഉണ്ടാക്കിയത് ഇവിടെ കൊണ്ടുവന്നിട്ടും റീബ്രാൻഡ് ചെയ്ത് വിൽക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു മോഡൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയൊക്കെ തന്നെ സൗണ്ട് എക്സ്പെക്ട് ചെയ്താൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ അതിലൊരു കമ്പനികളുടെ മേടിക്കാൻ ബോട്ടുണ്ട്, JBLൻ്റെ ഉണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇൻഫിനിറ്റി ഫ്യൂസ് പോയിൻ്റ് ഇതാണ് ഏറ്റവും ചെറിയത്. അതിൽ ചെറിയ ചെറിയ പല പല കമ്പനികളുണ്ട്. അപ്പോൾ എന്തായാലും സ്പീക്കർ സാധനങ്ങൾ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതിനോട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു സാധനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സാധനം പ്രൈസ് ടു പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓക്കെ ആണെന്ന് പറയാം. പക്ഷേ വന്ന കണ്ടീഷൻ കൊണ്ട് മാത്രം ഞാനിത് പ്രൈസ് ടു പെർഫോമൻസ് റേഷ്യോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇതൊരു വേസ്റ്റാണ്. കാര്യം ഇത് ഇങ്ങനെ പണിത് ഉണ്ടാക്കിയ കാരണമാണ് ഇങ്ങനെ ഇരിക്കുന്നത്. വന്ന കണ്ടീഷനിൽ നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിന് ഭ്രാന്തായി പോയതിനെ. കഷ്ടകാലത്തിന് ഞാൻ അൺബോക്സ് ചെയ്യാൻ വേണ്ടി എടുത്ത വീഡിയോ അറിയാതെ ഡിലീറ്റ് ആയി പോയി. അത് കാരണം ഒരു ഫോളോ അപ്പ് വീഡിയോ പോലെ ഞാൻ രണ്ടാമതെടുത്ത് എന്തൊക്കെയാണ് ചെയ്തതെന്നൊക്കെ കാണിച്ചു തന്നത്. എനിക്ക് ആ ഒരു വീഡിയോ ശരിക്കും പറഞ്ഞാൽ കീപ്പ് ചെയ്യേണ്ടതായിരുന്നു. എൻ്റെ നിന്ന് മിസ്സായിട്ട് ഡിലീറ്റായി പോയതായിരുന്നു. അപ്പോൾ എന്തായാലും ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പറയാനുള്ള ഞാൻ പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ആഴ്ച എന്തായാലും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ഈ സാധനത്തിന് എന്തായാലും നമുക്ക് ഡ്രോപ്പ് ഔട്ട് ചെയ്യാം. ഇതിനെക്കുറിച്ച് ഇനി കൂടുതൽ ചർച്ചകളൊന്നും തന്നെ ഈ ചാനലിൽ ഉണ്ടാവുന്നതല്ല. അവരിനി പൈസ റീഫണ്ട് ചെയ്തതിന് അതേങ്കിലും ഞാൻ വീഡിയോടൊപ്പം ഞാനൊരു എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് പറയും. അല്ലാതെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഇതിനു വേണ്ടി ചെയ്ത് നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അതോടെ പോട്ടെ. അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രയും നേരം വരെ കണ്ടതിൽ വളരെയധികം നന്ദി. അപ്പോൾ എന്തായാലും കൂടുതൽ കാര്യങ്ങളുമായിട്ട് അടുത്ത ആഴ്ച വരാം. അടുത്ത ആഴ്ച വരുമ്പോൾ എന്തൊരു പ്രൊഡക്റ്റാണ് വരുന്നതെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. ഓരോ സാധനങ്ങൾ വരുന്നതിനനുസരിച്ചാണ് ഞാനിവിടെ അൺബോക്സിങ് റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ വരുന്നതിന് ഒരു സ്പീഡ് അനുസരിച്ചിരിക്കും, കിട്ടുന്ന സാധനങ്ങളുടെ ആ ഒരു പ്രയോറിറ്റി അനുസരിച്ചിരിക്കും. അപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച എന്ത് വീഡിയോ എന്നുള്ളത് നിങ്ങൾക്ക് സസ്പെൻസാണ്, എനിക്ക് സസ്പെൻസാണ്. അപ്പോൾ അടുത്ത ആഴ്ചയാണ്. ഇതുവരത്തേക്കും ബൈ.